ശ്രീ പീതാംബരനാണ്, പറഞ്ഞോളൂ. ഹലോ, നമസ്കാരം ശ്രീ പീതാംബരൻ, പറഞ്ഞോളൂ. അതെ അതെ, അത് കുറെ കാലങ്ങളായി പറയുന്നു അമേരിക്കയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത്. അവർക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ രാഷ്ട്രങ്ങളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഐക്യരാഷ്ട്രസഭ ഉണ്ടാതിരിക്കുന്നതിന്റെ കാരണം ഈ ഒരു പൊങ്ങച്ചക്കാരനായ ഈ ഒരു ഭരണാധികാരി ഈ അമേരിക്കയെ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ. എന്താണ് ഇയാൾ കാണിച്ചു കൂട്ടുന്നത്? എല്ലാം ഞാൻ പറഞ്ഞിട്ടാണെന്നാ പറയുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഇന്ത്യ ഒരു തീരുമാനം എടുത്തപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് ഞാൻ പറഞ്ഞിട്ടാണ്. ഇപ്പൊ യുദ്ധം നിർത്താൻ ആഹ്വാനം ചെയ്തിട്ട് പറഞ്ഞു അവര് പറഞ്ഞിട്ടാണ്, ഇവര് പറഞ്ഞിട്ടാണ്, അല്ല മറ്റുള്ള രാഷ്ട്രങ്ങൾ പറഞ്ഞിട്ട് അല്ല. എനിക്ക് തോന്നുന്നത് ഐക്യരാഷ്ട്രസഭ ഇതിന് ഇടപെടാത്തതിന്റെ കാര്യം ഇയാളെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് അടിച്ചു തീരട്ടെ എന്ന് കരുതിയായിരിക്കും ചിലപ്പോ. ഇപ്പൊ നടുക്കടിരിക്കടുത്ത് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ട്രംപ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ മറ്റുള്ള രാജ്യങ്ങളുടെ കാല് പിടിക്കുന്നതിന് തുല്യമാണ് ഇപ്പൊ പറഞ്ഞിട്ടിരിക്കുന്നത്. വെടി നിർത്താൻ ആഹ്വാനം ചെയ്യാൻ അവരോട് പറ എന്ന് പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ അടിച്ചു തീർന്ന് ഈ സാധനത്തിൽ ഒതുക്കാനായിരിക്കും ചിലപ്പോൾ അവരുടെ ശ്രമം എന്നാണ് എന്റെ അഭിപ്രായം. എല്ലാ രാജ്യങ്ങൾക്കും അത് ഇപ്പൊ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. ഇയാൾ ഒറ്റ ആളാണ് കാരണക്കാരൻ. അതുകൊണ്ടാണ് അതിനെ നശിപ്പിക്കാനായിരിക്കും അവരിടപെടാത്തതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതായിരിക്കാം. ശരി, താങ്കളുടെ അഭിപ്രായം എന്തായാലും തികച്ചും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. പക്ഷെ അത് എത്രത്തോളം അതിൽ യാഥാർത്ഥ്യമാകുമെന്നുള്ള മറ്റു ചോദ്യം കൂടിയുണ്ട്. എങ്ങനെയും ഓരോരുത്തർക്കും ഓരോ തരത്തിലും ചിന്തിക്കാം. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപിനെ പോലെ ഒരാൾ മാനവരാശിക്ക് തന്നെ ഭീഷണിയാണോ ഇപ്പോൾ? നമസ്കാരം സാർ. നമസ്കാരം. കുറെ ആയി നിങ്ങളായിട്ട് സംസാരിക്കത്ത്. ശരി, ഓക്കെ സൂപ്പി, പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തിൽ ട്രംപിനെ നിയന്ത്രിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുന്ന എന്ത് കാരണത്താലാണ്? കാരണം ഈ ട്രംപ് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ നിലപാട്. പക്ഷെങ്കിൽ അദ്ദേഹം അമേരിക്കൻ പോലീസാവാൻ മറ്റാണ് നടക്കുന്നത്. ഈ അറബ് രാജ്യങ്ങളൊക്കെ പറയുന്നത് ട്രംപിനോട് ഈ യുദ്ധം നിർത്തി പോകാൻ പാടില്ലെന്നാണ്. അത് ഏത് കാരണത്താലും അറബ് രാജ്യങ്ങൾ ഇങ്ങനെ ട്രംപിന് അനുകൂലമായിരിക്കും. അറബ് രാജ്യങ്ങൾക്കെതിരെ വീണ്ടും ഈ ഇദ്ദേഹം ഇനി ഒരു കാലത്ത് എതിരാകുമെന്നാണ് എന്റെ ആലോചന. ശരി, ഹലോ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സൂപ്പി. ശ്രീ ബാബു ആണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ ബാബു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രംപിനെ പോലെ ഒരു ഭരണാധികാരി പെട്ടെന്നൊരു നാൾ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നു നെതന്യാഹുവുമായി ചേർന്ന്. എന്നിട്ട് ഇപ്പോൾ എങ്ങനെയെങ്കിലും അത് അവസാനിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണോ ശരിക്കും ഈ അമേരിക്കയും ഇസ്രായേലും? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ ഇത് യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് പറയണത്. ഇപ്പോൾ നമ്മളെ പെട്രോളിനൊക്കെ ഇപ്പോൾ വില കൂടിയിരിക്കുകയല്ലേ, ഡീസലിനും ഒക്കെ കൂടിയിരിക്കുകയല്ലേ, പിന്നെ ഗ്യാസിനും കുറെ പ്രശ്നങ്ങൾ നമ്മളെ കേരളത്തില്. ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ആ, കേൾക്കുന്നു. അപ്പൊ ഈ ശ്രീ അലാവുദ്ദീനാണ് പാലക്കാട് നിന്ന്. ശ്രീ അലാവുദ്ദീൻ, ഹലോ, നമസ്കാരം. സാർ നമസ്കാരം. നമസ്കാരം. ഓക്കെ, യുദ്ധത്തിന്റെ പറയാനേ പറഞ്ഞോളൂ. ദൈവത്തിന്റെ ശിക്ഷ കിട്ടും മറ്റേ അമേരിക്കയും ഇസ്രായേലും ഉറപ്പായിട്ട് 100%. അവരുടെ യുദ്ധം ബോംബ് വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിൽ കാറ്റും തീയും വെള്ളം അത് തിരിച്ചടിക്കും. ദൈവം കൊടുക്കും ശിക്ഷ. ഇസ്രായേല് ഒരുപാട് കുട്ടികളെ പിടിച്ചു കൊന്നു നിൽക്കാൻ കഴിയില്ല. താങ്കളുടെ ഒരു ആഗ്രഹം താങ്കൾ പറഞ്ഞു. ശരി, ശ്രീ ജേക്കബാണ് വടക്കാഞ്ചേരിയിൽ നിന്നാണ്. ശ്രീ ജേക്കബ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരാൾ യുദ്ധത്തിന് വേണ്ടി യുദ്ധക്കൊതിവുണ്ട് യുദ്ധം തുടങ്ങി വെക്കുന്നു. ഇപ്പോൾ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഇറാന്റെ നാവികസേനയെ തകർത്ത് കഴിഞ്ഞു, വ്യോമസേനയെ തകർത്ത് കഴിഞ്ഞു എന്നൊക്കെയാണ്. ഇപ്പോഴും ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് 10,000-2,000 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഇസ്രായേലിലേക്ക് ഇറാൻ ബോംബ് മിസൈലുകൾ വർഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാനൊരു എക്സ് വെറ്ററൻ ആർമി ഓഫീസറാണ്. ശരി, ആർമി ഓഫീസർ ആയിരുന്നു അതോ ഇപ്പോഴും ആണോ? ഞാനൊരു ആർമി ഓഫീസറാണ്, റിട്ടയർഡ് ആയ വെറ്ററനാണ്. ഓക്കെ. അപ്പൊ എനിക്ക് എന്റെ പരിചയ സമ്പന്നം വെച്ചിട്ട് നോക്കുമ്പോൾ ഒരു രാജ്യത്തിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തിന് യാതൊരു സ്റ്റാൻഡും ഇതുവരെ എടുത്തിട്ടില്ല. ഏത് ഇറാന്റെ സൈഡിലോ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈഡിലോ എടുത്തിട്ടില്ല. നമ്മൾ ന്യൂട്രലായിട്ട് കളിക്കുകയാണ്. നമ്മളെ പൊളിറ്റിക്കൽ നമ്മുടെ ഗോള് മാത്രം നോക്കുന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് പിന്നീട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല. നമ്മൾ ശരിക്കും ഒന്നോലോ ശരി എന്താണ് അല്ലെങ്കിൽ തെറ്റെന്താണെന്ന് ആദ്യം പറയേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ഗവൺമെന്റ് ഇപ്പം നമ്മുടെ അടുത്തില്ല. അവർ പറയുന്നത് ഇതാണ് ഡിപ്ലോമാറ്റിക്കൽ മൂവ് എപ്പോഴും സക്സസ് ആയിരിക്കണമെന്ന് അല്ല.
ഡിപ്ലോമാറ്റിക്കൽ മൂവ് നമ്മുടെ ഡിപ്ലോമാറ്റിക് മൂവ് എന്നൊക്കെ പലപ്പോഴും പറയപ്പെടും ശ്രീ ജേക്കബ്. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയടക്കം നേരിട്ട് ബാധിക്കുന്നു. എന്തിന് ഇന്ത്യയിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ അടുക്കളയടക്കം ഇത് ബാധിച്ചു കഴിഞ്ഞു. പുറത്തിറങ്ങിയാൽ ചെറിയ ചെറിയ ചായക്കടകളൊക്കെ അടച്ചു പോകുന്ന അവസ്ഥയാണ്. വലിയ തുകയ്ക്ക് പണം ഇത് വാങ്ങാൻ കഴിയുന്നവർ മാത്രമേ ഇപ്പോഴും കടകളായി തുടരുന്നുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.